ഹേ ഗായ്സ്, ദിസ് ഈസ് ജാരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതാണ്. ഓക്കെ, നമ്മൾക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതിൽ തന്നെയുണ്ട്. നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 10 ഓഫ് സോഡ്സ്, 7 ഓഫ് കപ്സ്, ഹെർമിറ്റ്, അതേപോലെ തന്നെ ക്വീൻ ഓഫ് കപ്സ്, 8 ഓഫ് പെൻഡിക്കിൾ, 2 ഓഫ് പെൻഡിക്കിൾ, വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് എംപറർ ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് തന്നെ കണ്ടില്ലേ, 10 ഓഫ് സോഡ്സ് ആണ്. എക്സ്ട്രീം ലെവലിലെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ എന്നതാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത സമയത്തായിട്ട് കുറച്ച് മാസങ്ങളായിട്ടും നിങ്ങൾ ഒരുപാട് ഇഷ്യൂസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിലും ഒരു ക്ലാരിറ്റിയും കിട്ടാത്ത സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല മുന്നോട്ടേക്ക്. അവിടെ നിന്നും നിങ്ങൾ ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമതായിട്ടും നമ്മൾക്ക് 7 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ 777 ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് നടക്കുമെന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ഭാഗ്യം വന്നു ചേരും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും എന്നതിൻ്റെയും ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്നതാണ്. ഇവിടെയും നമ്മൾക്ക് 7 അല്ലെങ്കിൽ 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരും എന്നതാണ്. അധികം വൈകാതെ തന്നെ അത് ക്യാഷ് റിലേറ്റഡ് ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഐഡിയാസ്, കാര്യങ്ങൾ, പാർട്ട്ണർഷിപ്പിൽ സംസാരിച്ച് ഓരോ ബിസിനസ്സൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതും തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു വീട്, വാഹനം, വസ്തുവൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്കത് വാങ്ങിക്കാനായിട്ട് പറ്റും എന്നതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ട്രാവലിന് വേണ്ടിയിട്ടും പോസിറ്റീവാണ്. ട്രാവൽ ചെയ്യാനും പറ്റും. നിങ്ങൾ മേ ബി ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ ഫാമിലി ആയിട്ടോ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും സാധിക്കും. മുന്നോട്ടേക്കും അതും പോസിറ്റീവാണ്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം പ്ലാൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഫുൾ മൂൺ ഡേ റീഡിംഗ് ഞാൻ ഇടുന്നതായിരിക്കും. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ കേട്ടോ. ഫുൾ മൂൺ ഡേ റീഡിംഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം പ്ലാൻ ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ക്ലിയർ ആയിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ടല്ല നമ്മൾ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ വൈസ് കാര്യങ്ങളായിക്കോട്ടെ, ഒരിക്കലും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് വേണോ വേണ്ടേ എന്നൊരു മനസ്സോട് കൂടിയിട്ടല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നതും, എഴുതിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും, വിഷ്വലൈസ് ചെയ്യുന്നതും. നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ് അറിയാവുന്നത് ഏറ്റവും അധികം, അല്ലേ? അത് ക്ലിയർ കട്ടായിട്ട് നമ്മളുടെ മനസ്സിൽ അത് ഉറച്ചൊരു തീരുമാനത്തോടു കൂടി തന്നെ അതിലെത്തിച്ചേരും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാനും പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കൊരു നല്ലൊരു ജോലി, കാര്യങ്ങൾ, ട്രാവൽ ചെയ്ത് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്തൊരു ജോലിക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടും, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. വിഷ്വലൈസ് ചെയ്യുക, സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, എഴുതിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഗ്രീൻ താര മന്ത്രം കേൾക്കുന്നതും നല്ലതാണ്. ഓക്കെ, ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്ത് വന്നാലും അതിൽ ഞാൻ എത്തിച്ചേരും എന്നത്. ഓക്കെ, ഒരുപാട് ഇഷ്യൂസ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കാം, പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ എത്തും എന്നത് നമ്മൾക്കൊരു ഉറച്ച കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഒന്നും അത്ര ഈസി ആയിട്ട് നമ്മളുടെ കൈകളിൽ കിട്ടണം എന്നില്ല, അല്ലേ? അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പും. എല്ലാവരുടെയും റിലേഷൻഷിപ്പ് ഒരു സ്മൂത്ത് ഗോയിങ് ഒന്നും ആയിരിക്കണം എന്നില്ല. പല ഇഷ്യൂസും, നോ കോണ്ടാക്റ്റും, സെപ്പറേഷനും എല്ലാം തന്നെ വരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയായിട്ട് തന്നെ നമ്മൾ റിലേഷൻഷിപ്പിലാകുകയും, ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ റീഡിങ്സ് ചെയ്തിട്ടുള്ളത്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും പറയുന്നത്
ഒട്ടും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിൽ വരും എന്നുള്ളതും ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് വരും എന്നുള്ളതും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സോ അത് തന്നെയാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ വരും, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലേ. സോ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, ആ ഒരു പേഴ്സണ് വേണോ വേണ്ടേ എന്നത് നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ കട്ടായിട്ടുണ്ടായിരിക്കണം. എന്താണ് നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് ആഗ്രഹിക്കുന്നത്? ഒരു കല്യാണം കഴിഞ്ഞ് നല്ലൊരു ഫാമിലി ലൈഫാണോ, ഒരു ഫ്രണ്ട്ഷിപ്പാണോ, ഫ്രണ്ട്ഷിപ്പ് മാത്രമായിട്ടാണ്, എന്താണ് നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ കട്ടായിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം മാനിഫേസ്റ്റ് ചെയ്യുമ്പോഴും വേറെ ആർക്കും ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും മാനിഫേസ്റ്റ് ചെയ്യാതിരിക്കുക. അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് നിൽക്കുന്നൊരു പേഴ്സണിന് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും പോയിട്ട് മാനിഫേസ്റ്റ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും അത് ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് പോകുന്ന ഫാമിലി ലൈഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോയിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ മാനിഫേസ്റ്റ് ചെയ്യാനോ ഒന്നും നിൽക്കാതിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, വർത്താണ്, മാനിഫേസ്റ്റ് ചെയ്യാം. അല്ലാതെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യാനോ ഒന്നിനും പോകാതിരിക്കുക. ആൻഡ് നമ്മൾക്കിവിടെ ഹെർമിറ്റും ക്യൂൻ ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മുന്നോട്ടേക്ക് ഒറ്റയ്ക്കായിരിക്കും എന്നത് ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷെ പേടിക്കേണ്ട, ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ നിങ്ങൾക്ക് കഴിയുമെന്നതാണ്. വേറെ ആരുടെയും ആവശ്യം നിങ്ങൾക്കിവിടെ കൂടുതലായിട്ടും വരുന്നില്ല, നിങ്ങൾ മാത്രം മതി എന്നതാണ്. സോ ട്രസ്റ്റ് ഇഷ്യൂവും നിങ്ങൾക്കുണ്ട്. ആരെങ്കിലും വന്നാലും അവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതും നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ എപ്പോഴും മനസ്സിൽ കിടക്കും. ക്യൂൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്, അതേപോലെ തന്നെ ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെയുണ്ട്. മേ ബി അമ്മ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു നിങ്ങളുടെ വൈഫ്, കുട്ടി, ഇതെല്ലാം വരും. സോ തീർച്ചയായിട്ടും ഒരു ഫെമിനൈൻ എനർജി സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, റിലേഷൻഷിപ്പിലിരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ഫെമിനൈൻ എനർജി സപ്പോർട്ട് ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യാതെ, ട്രസ്റ്റ് ഇഷ്യൂ ഒന്നും ആ വ്യക്തിയിൽ നിങ്ങൾക്ക് വരില്ല. ആൻഡ് പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതും 8 ഓഫ് പെൻഡിക്കിൾ ആൻഡ് 2 ഓഫ് കപ്സ് ആണ്. മുന്നോട്ടേക്ക് ക്യാഷ് വൈസ്, കരിയർ വൈസ് കാര്യത്തിനാണ് ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് എവിടെയെങ്കിലും ഒരു ജോലി നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. ബിസിനസ്സിനും പോസിറ്റീവാണ്. അതേപോലെ തന്നെ കരിയർ എന്ത് ചൂസ് ചെയ്യും, മേ ബി എക്സാംസ് ഒക്കെ പാസ്സായിട്ട് നിൽക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരായിക്കോട്ടെ, എന്ത് ചൂസ് ചെയ്യും എന്നുള്ളൊരു സംശയം ചിലരുടെ കേസിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ, ഉടനെ തന്നെ, ഇനിയും ഡിലേ ആക്കേണ്ടതായിട്ടില്ല. ആൻഡ് വിൽ ഓഫ് ഫോർച്യൂണും കിങ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സും ഉണ്ട്, കിങ് ഓഫ് കപ്സും ഉണ്ട്. റിലേഷൻഷിപ്പ് ഇവിടെ ഭയങ്കര, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെങ്കിലും രണ്ടുപേരും കുറച്ചൊരു ഈഗോ ഉള്ള വ്യക്തികളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുകളും സെപ്പറേഷനൊക്കെ ഇടയ്ക്ക് വരാനുള്ളൊരു ചാൻസ് കാണിക്കുന്നുണ്ട്. അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിരിക്കില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സെപ്പറേഷനൊക്കെ ആണെങ്കിലും അതൊരു റീകൺസിലേഷൻ, റീയൂണിയനിലേക്ക് പോകും. കൺഫ്യൂഷനാണ്. അതേപോലെ തന്നെ മുന്നോട്ടേക്കൊരു ഫ്യൂച്ചർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എനർജി ആയിട്ടൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ മനോഹരമായി തന്നെ പോകും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്കും നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് സ്ട്രോങ് ഓറ പവറിലേക്ക് നിങ്ങൾ വരുന്നു എന്നത് തന്നെയാണ്. ഒരു സ്പിരിച്വൽ വെയിലൊക്കെ ആവാനുള്ളൊരു ചാൻസും ഉണ്ട്. 444 ഏഞ്ചൽ നമ്പർ, 4444 ഏഞ്ചൽ നമ്പർ കാണാനുള്ളൊരു ചാൻസ്, 2222 222 ഏഞ്ചൽ നമ്പേഴ്സ് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. 4ൻ്റെ പാറ്റേൺസ് കാണുകയാണെങ്കിൽ അത് സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ആകുന്നൊരവസ്ഥ, ക്യാഷ് വേസ് ആയിക്കോട്ടെ, കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കാനും, കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിക്കാനും, നല്ലൊരു ജോലിയോ കാര്യങ്ങളോ അവസരങ്ങളോ വന്നു ചേരുന്നൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെങ്കിലും നിങ്ങൾ 444 കാണുകയാണ്, റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആകാനുള്ള ഒരു ചാൻസ്, ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ 777 2222 444 ഏഞ്ചൽ നമ്പർ പാറ്റേൺ ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഏഞ്ചൽ നമ്പേഴ്സിൽ എടുത്തു കാണിക്കുന്നത്. അവസരങ്ങൾ വരുന്നുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ ഓരോന്നിനെയും നിങ്ങൾ എടുക്കുന്നു, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഉറച്ച ഒരു തീരുമാനം തന്നെ ഉണ്ടായിരിക്കണം. മാനിഫേസ്റ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്യാതിരിക്കുക, അത് അട്രാക്റ്റ് ആവുകയില്ല, നമ്മളുടെ ടൈം പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്
വേണ്ടത് എന്നൊരു തീരുമാനത്തിലെത്തുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തും ഒരുപാട് പേര് കരിയർ വൈസ് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയും കാണില്ല. അതേപോലെ തന്നെ ജോബിൻ്റെ കാര്യത്തിലും ഒരു ഐഡിയയും കാണില്ല. നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കണം. നമ്മൾക്ക് എന്താണോ ഏറ്റവും കൂടുതൽ പറ്റുന്നത് അത് നമ്മൾ തന്നെ അന്വേഷിച്ച് വേറെ ആരും വന്ന് നമ്മൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു തരും എന്ന് വിചാരിച്ചിരിക്കുന്നത് ശരിയാണോ? അല്ലേ? സോ നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ എത്തണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ? സോ നമ്മളായിട്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.